ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ദുബായിലെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിലൂടെ ഇന്നൊരു കുക്കിംഗ് വീഡിയോ അല്ല ഞാൻ ചെയ്യുന്നത്, ഇന്നൊരു ഔട്ട്ഡോർ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദുബായ് ഫ്യൂച്ചർ മ്യൂസിയം ആണ്. എൻ്റെ തമ്പനെയിൽ കണ്ടതുപോലെ ദുബായ് ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ദുബായ് ഫ്രെയിം. അപ്പോൾ ഒരു ദിവസം അവിടെ പോയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. ദുബൈയിലിപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ ഓൾറെഡി ചൂടാണ്. അപ്പോൾ സൂര്യനൊക്കെ നല്ലോണം ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഒരു ടൈം കൂടിയാണ് ഇപ്പോൾ. അതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ടൊന്നും വീഡിയോ കിട്ടുന്നില്ല. ആ ഒരു ചൂടിൻ്റെ ആ ഒരു കാഠിന്യമൊക്കെ കൊണ്ട് ഒരു വീഡിയോ ഒക്കെ ഒരു ബ്ലർ പോലെ ആയിട്ടാണ് കാണുന്നുള്ളത്. അതുകൂടാതെ ഞാനിപ്പം വണ്ടിയിൽ നിന്നാണ് ഇങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നുള്ളത്. അതിൻ്റെ ചെറിയൊരു ക്ലാരിറ്റി കുറവൊക്കെ ഈ വീഡിയോയിലുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ക്ഷമിക്കണം എല്ലാവരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഇപ്പോൾ ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്കുള്ള ആ വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് ബിൽഡിങ്ങൊക്കെ നമുക്കിതുപോലെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ചൂടിൻ്റെ ആ ഒരു കാഠിന്യം കൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് അത്ര ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരുപാട് നല്ല നല്ല പുതിയ ബിൽഡിങ്, ഇതുപോലെ വലിയ ബിൽഡിങ്ങൊക്കെ ഇങ്ങനെ ദുബൈയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. അതുപോലെ തന്നെ ദുബായ് ഫ്രെയിമിൻ്റെ ആ ഒരു സൈഡിലൂടെയുള്ള റോഡിലൂടെയാണ് നമ്മളിപ്പോൾ കയറി വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ കൂടി ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പം നമ്മുടെ ഏകദേശം ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്ക്. അങ്ങനെ ഇപ്പോൾ ഫ്യൂച്ചർ മ്യൂസിയം ഇങ്ങനെ ദൂരെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലൂടെയുള്ള റോഡിലൂടെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കയറി വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മൾ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ബാക്ക് സൈഡിൽ ഉള്ള റോഡിലൂടെ ഇങ്ങനെ അതിൻ്റെ അടുത്തെത്തിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തെത്തും തോറും അതിങ്ങനെ വലുതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഫ്യൂച്ചർ മ്യൂസിയം കാണാൻ വലിയത് തന്നെയാണ്. നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് കാണുന്നതേ ഉള്ളൂ. അടുത്തെത്തും തോറും അതിങ്ങനെ വലിയതായിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു കാണുമ്പോൾ തന്നെ ഒരു അത്ഭുതമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് ഇന്ന് നോക്കാം. അപ്പോൾ അതിനാദ്യം നമ്മളിപ്പോൾ പാർക്കിങ്ങിലോട്ടേക്കാണ് പോകുന്നുള്ളത്. അപ്പോൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണം. അപ്പോൾ അതിനായി ഇപ്പോൾ പാർക്കിംഗ് ബിൽഡിങ്ങിലേക്ക് പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഫുള്ളാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് ഇവിടെ. അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ബേസ്മെൻറ്റ് 1 ഇപ്പോൾ ഫുള്ളാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ 2ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2ൽ പോയി നമ്മളവിടെ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ലിഫ്റ്റ് കയറാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പം ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അതിനായി നമ്മളിങ്ങനെ ലിഫ്റ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ലിഫ്റ്റ് വന്ന് അങ്ങനെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മളിതിങ്ങനെ ബട്ടനൊക്കെ പ്രസ് ചെയ്ത് കൊടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പറയാനുള്ളത് പാർക്കിങ്ങിൻ്റെ കാര്യമാണ്. പാർക്കിംഗ് തന്നെ ഒരു ഭയങ്കര എന്താ പറയുക, നല്ലൊരു ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി പാർക്കിംഗ് ഏരിയ ആണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫുള്ള് ആൾക്കാരായി ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നു. ഇന്ന് ഞാൻ പറഞ്ഞില്ല, സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഇവിടെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറ്. അപ്പോൾ നമ്മൾ അവിടെ എത്തി ഇങ്ങനെ നേരെ നമ്മളിപ്പോൾ പുറത്തേക്കാണ് പോകുന്നുള്ളത്. ബാക്ക് സൈഡ് നമ്മളിപ്പോൾ വണ്ടിയിൽ വന്ന ആ ഒരു സൈഡേക്കാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്ലൈഡ് ഡോറിലൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെയും ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. പിന്നെ ഈ 2 കാണുന്നതാണ് ദുബായ് ടവർ. അപ്പോൾ അതിലേക്കുള്ള പാസേജാണ് ആ സൈഡ് റൈറ്റ് സൈഡിലൂടെ കാണുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്ക് വരാനും പോകാനുള്ള ഒരു പാസേജാണിത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ പുറത്ത് ബാക്ക് സൈഡിലാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഫ്യൂച്ചർ മ്യൂസിയം നോക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്, നല്ല രസമാണ് ഇങ്ങനെ കാണാൻ. അപ്പോൾ ഇതിപ്പോൾ വീഡിയോയിലൂടെ കാണുന്നതിനേക്കാളും നല്ലൊരു ഭംഗിയാണ് ഇതിൻ്റെ ഇങ്ങനെ പുറത്തു നിന്നുള്ള ഈ ഒരു വ്യൂ ഒക്കെ. പുറത്ത് നല്ല ചൂടായതുകൊണ്ട് തന്നെ അധിക സമയമൊന്നും പുറത്തിങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല, നല്ല ചൂടാണ്. അങ്ങനെ പുറത്ത് ഇതുപോലൊരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പിലൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോകാം. പക്ഷേ ഇപ്പോൾ അത് ക്ലോസ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ സ്റ്റെപ്പ് കയറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമുക്ക് പോകാനുള്ള എൻട്രൻസ് ആണത്. അങ്ങനെ വീണ്ടും നമ്മളിപ്പോൾ അകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് നമുക്ക് ഈ ചൂട് കാരണം കുറേ സമയം നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് യൂട്യൂബ് ചാനൽ ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും അങ്ങനെ എടുത്ത് ഷെയർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് 2ാം തവണയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ വീഡിയോ എടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ അകത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരു ഫിഷ്, ഇങ്ങനെ റോബോട്ടിക് ഫിഷ് ഇങ്ങനെ അവിടെ ചുറ്റിക്കറങ്ങി കൊണ്ട് നിൽക്കുന്നുണ്ട്.
അപ്പോൾ ഇതിൽ ഫുള്ള് റോബോട്ടിക് സംബന്ധമായ എന്തെല്ലോ കാര്യങ്ങളോ അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു എന്താ പറയല് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറിലും ഇവിടെ മാത്രമേ നമുക്ക് എൻട്രൻസ് ഫ്രീ ആയിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ മുകളിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് പേ ചെയ്യണം. അപ്പോൾ ഒരാൾക്ക് 150 ദിർഹമൊക്കെയാണ് ഇവിടെ ചാർജ് ഈടാക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുകളിലേക്കൊന്നും പോയില്ല. നമ്മൾ ഈ താഴെയുള്ള ഏരിയ മാത്രമേ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ തന്നെ കുറേ ആൾക്കാർ ഇതുപോലെ ഇങ്ങനെ കാണാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ പബ്ലിക്കിനൊക്കെ ഇവിടെ ഈ സമയത്ത് പിന്നെ ഫ്രീ ആയതുകൊണ്ട് ഈ സമയത്ത് നല്ല തിരക്കാണ്. സൺഡേയിലൊക്കെ പബ്ലിക് ഹോളിഡേയ്സിലൊക്കെ നല്ല തിരക്കുള്ളൊരു ടൈം കൂടിയാണ്. അങ്ങനെ ഫിഷ് ഫുള്ളായിട്ട് ഇങ്ങനെ അതിങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയി. അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കാണുന്നുള്ളത്. അപ്പോൾ ഫിഷൊക്കെ നമ്മൾ അടുത്തായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ മുകളിലേക്കുള്ള എലവേറ്ററൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടും വന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. താഴെ ആ കാണുന്നത് ഒരു റോബോട്ടിക് കഫേയാണ്, ഒരു കോഫി ഷോപ്പാണ്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഇതിപ്പം മെട്രോയിലേക്കുള്ള വഴിയാണ്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പോയി വരികയാണ്. നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫുള്ള് കാലിഗ്രാഫിയാണ്. അറബിക് കാലിഗ്രാഫിയിലുള്ള കുറേ കാര്യങ്ങളിങ്ങനെ എഴുതി വെച്ചിട്ടുള്ള ഒരു ഭയങ്കര സംഭവമാണ് ഇത് കാണാൻ തന്നെ. അതുപോലെ ഇതിൻ്റെ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ പുറത്താണെങ്കിലും നമുക്ക് കാലിഗ്രാഫി കാണാം. അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്തു നിന്ന് തന്നെ ബാക്ക് സൈഡേക്കും ഫ്രണ്ട് സൈഡൊക്കെ എൻട്രൻസും എക്സിറ്റൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗമാണിത് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ. അപ്പോൾ അവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ച് നടക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഫോട്ടോ ഒക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുള്ളത് ഈ ഒരു സിമ്പലാണ്. ഈ ഒരു കൈ കൊണ്ടുള്ള ഒരു പീസിൻ്റെ ഒരു ഷേക്കിൻ്റെ ഒരു സിമ്പലാണത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയത്തിലെ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വരികയാണ്. അങ്ങനെ നമ്മൾ കാർ പാർക്കിൽ നിന്ന് പുറത്തിറങ്ങി. ഇപ്പം വൈകുന്നേരം ഒരു 6:30 മണിയൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പെയ്ഡ് പാർക്കിംഗ് ആണ്. അങ്ങനെ നമ്മൾ പേ ചെയ്ത് അപ്പോൾ പുറത്തിറങ്ങി. വന്ന വഴിയിലൂടെ തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ തിരിച്ച് വരികയാണ്. അപ്പോൾ അല്പം ഇരുട്ടൊക്കെ ആയി തുടങ്ങുന്ന ആ സമയത്ത് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് അതും കൂടി കാണാൻ നല്ല രസമാണ്. ഈ ഒരു ഫ്യൂച്ചർ മ്യൂസിയം ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് ഇപ്പം ലൈറ്റൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന കാണാൻ ഒരു രസമാണ്. ഇപ്പം നമ്മളതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കൂടിയാണ് പോകുന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഭാഗം ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ. അപ്പോൾ ഇത് എന്താ പറയുക, ഇതൊരു അത്ഭുതം തന്നെയാണ്. ഇതിപ്പം ഒരു എന്താ പറയുക, ഒരു അണ്ടർഗ്രൗണ്ടിൽ നിന്നും ഒരു മുകളിലായിട്ട് ഒരു സ്ഥിതി ചെയ്യുന്ന ഒരു ബിൽഡിംഗ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുന്ന ഒരു നല്ലൊരു സംഭവമാണ്. അപ്പോൾ ദുബായിൽ ഇതുപോലെയുള്ള ഒരുപാട് ഇങ്ങനെ അത്ഭുതം നിറഞ്ഞ ഒരുപാട് ബിൽഡിങ്ങൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് കുട്ടികൾക്ക് അങ്ങനെ കളിക്കാനുള്ള പ്ലേ ഏരിയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഇതൊക്കെ ഒന്നിങ്ങനെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് വരാമെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു കൈൻ്റെ സിമ്പിളാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷന്. അപ്പം ഇതിങ്ങനെ ദൂരെ നിന്ന് കാണുമ്പോൾ നല്ലതാണ്. ഇങ്ങനെയാണുള്ളത്, നല്ല അടിപൊളിയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.